ഡോക്ടർ, ഈ അടുത്ത് ന്യൂസിൽ വായിച്ചല്ലോ, ഒരു ഹോമിയോ ഡോക്ടർ വീട്ടിൽ വളർത്തിയ പട്ടിയുടെ മാന്തൽ കാരണം ചികിത്സ എടുത്തില്ല, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടും ചികിത്സ എടുക്കാതെ മരിച്ചു. ഇത് സോഷ്യൽ മീഡിയ ചർച്ച ആയപ്പോഴേ വാക്സിൻ വിരുദ്ധർ പറഞ്ഞൊരു കാര്യം, അവർ കുറെ ന്യൂസ് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് പറയാണ് ഇവരൊക്കെ വാക്സിൻ എടുത്തവരാണ് എന്നിട്ട് മരണം സംഭവിച്ചു. അപ്പോൾ വാക്സിൻ എടുത്തിട്ടും കാര്യമില്ല, മരിക്കും എന്നാണ് ഒരു ആർഗ്യുമെന്റ്. രണ്ടാമത്തെ അവരുടെ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞാല് ഈ വാക്സിൻ മരണകാരണമാകും, അല്ലാണ്ട് ഈ റാബീസ് വാക്സിൻ വൈറസ് അല്ല, വാക്സിൻ ആണ് മരണകാരണം. ഈ രണ്ട് ആർഗ്യുമെന്റിനെ എങ്ങനെയാണ് നോക്കിക്കാണാൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ റാബീസിന്റെ കേസിൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ് എടുക്കുന്നത്. സാധാരണ ഒരു വാക്സിനെ പറ്റി പറയുമ്പോൾ കുട്ടികളുടെ വാക്സിൻ ആണെങ്കിലും അത് അസുഖം വന്നതിന് ശേഷമല്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ആസ് പെർ ഗൈഡ് ലൈൻ നമുക്ക് എല്ലാവർക്കും നായകടി റിസ്ക് ഇല്ലാത്ത എല്ലാവർക്കും വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിൻ, അതായത് ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂച്ച കടിച്ചു കഴിഞ്ഞാൽ മാതി കഴിഞ്ഞാൽ മുറിവായി കഴിഞ്ഞാലാണ് നമ്മൾ വാക്സിൻ എടുക്കുക. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചെറിയൊരു റിസ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വാക്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, വാക്സിൻ എന്താണ്? വാക്സിൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ, അതായത് ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള, കിൽഡ് ആയിട്ടുള്ള ഒരു വാക്സിന്റെ ഒരു പെർട്ടിക്കുലർ ആന്റിജൻ അല്ലെങ്കിൽ ആ ഒരു അണു എന്നുള്ള ഒരു ചെറിയൊരു ഘടകം എന്ത് ചെയ്യാണ്, ശരീരത്തിൽ കുത്തിവെച്ചിട്ട് തീർത്തും നിർവീര്യമാക്കിയതിന് ശേഷം കുത്തിവെച്ചിട്ട്, ഇപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു ജസ്റ്റ് മെക്കാനിസം പറയാൻ വേണ്ടി പിറകിലേക്ക് പോകണം. ചിക്കൻ ബോക്സ് ഒരാൾക്ക് വന്ന് കഴിഞ്ഞാൽ വീണ്ടും വരില്ല. അപ്പൊ അതിന്റെ ഒരു മെക്കാനിസം ഉണ്ട്. ആ ഒരു മെക്കാനിസം നമ്മൾ പ്രാക്ടിക്കലി ആ ഒരു കാര്യം എന്ത് ചെയ്യാണ്, സയന്റിഫിക്കലി യൂസ് ചെയ്യാണ് വാക്സിനിൽ ചെയ്യുന്നത്. അപ്പൊ കിൽഡ് ആയിട്ടുള്ള, നിർവീര്യമായിട്ടുള്ള അതിന്റെ ഒരു ഘടകം വരുമ്പോൾ അത് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ആ ബോഡിക്കെതിരെ പ്രതികരിക്കുകയും പിന്നീട് മെമ്മറി സെൽസ് എന്ന് പറഞ്ഞ ആന്റിബോഡി എന്ത് ചെയ്യുന്നുണ്ടാവും, മെമ്മറി സെൽസ് ശരീരത്തിൽ ഉണ്ടാവും ഇതിനെതിരെ. അപ്പൊ വീണ്ടും ആ ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ഈ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ വാക്സിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 7 to 14 days ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ മെമ്മറി സെൽസ് ഉണ്ടാവും. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ റാബീസ് വാക്സിൻ കയറുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ അസുഖം വരില്ല. കാരണം അതിന് മുമ്പേ അതിന് ആന്റിബോഡി നമ്മൾ ചെറുതായിട്ട് വരുമ്പോഴേക്കും ഈ മെമ്മറി സെൽസ് ഒരുപാട് ആന്റിബോഡികൾ ഉണ്ടാക്കും. ഈ ചിക്കൻ ബോക്സിനെതിരെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന പോലെ നമ്മുടെ വാക്സിൻ കൊണ്ട് പുതിയതായിട്ട് വരുന്ന ആന്റിബോഡി വൈറസിനെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു റിസ്ക് അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഈവൻ മഞ്ഞപ്പിത്തത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഒരു വീട്ടിൽ മൂത്ത കുട്ടിക്ക് വരികയാണെങ്കിൽ ചെറിയ വേറെ കുട്ടിക്ക് എടുക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളൊരു റിസ്ക് പറഞ്ഞു കൊടുക്കും. ഇതിന് ഈ കേസിൽ ഇപ്പോ കഴിഞ്ഞ വർഷം ഇവർ പറഞ്ഞ കേസ് ഒരു 6 കേസ് ഉണ്ടായിരുന്നു. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, വെറുതെ ഒന്നല്ല. 6 കേസ് പഠനങ്ങൾ നടത്തിയാലും കണ്ടിട്ടുള്ളത് നമ്മൾ ഫേസ്, അതായത് നമ്മൾ ഈ ബൈറ്റ് എന്ന് പറയുന്നത്, എക്സ്പോഷർ എന്ന് പറയുന്നത് കൂടുതൽ ഞരമ്പുകളുള്ള, ന്യൂറോൺസ് കൂടുതലുള്ള കൈകൾ, ഹാൻഡ്സ്, അതേപോലെ തന്നെ ഫേസിൽ ഒക്കെ ബൈറ്റ് വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഫസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വൈറസ് ഞരമ്പുകളിൽ, ന്യൂറോൺസിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ, ന്യൂറോൺസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഷ്യന്റിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. അതേസമയം ശരീരത്തിൽ മസിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ചെറുതായിട്ടോ ഒക്കെ വരുന്ന വൈറസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും അതിനു മുമ്പേ വാക്സിന് എഫക്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കാറ്റഗറി 3 നമ്മൾ ഇമ്യൂണോഗ്ലോബുലിൻസും കൂടെ, അത് ആദ്യത്തെ ഒരു 1-2 ആഴ്ചക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്യൂണോഗ്ലോബുലിൻസും കൂടെ കൊടുക്കണം എന്ന് പറയുന്നത്. ആ കേസിലെല്ലാം ഇമ്യൂണോഗ്ലോബുലിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറയുന്ന പോലെ നേരിട്ട് ഞരമ്പുകളിലേക്ക് കടിയെത്തില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞരമ്പുകളിലേക്ക് വൈറസ് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോഴൊരു ചോദ്യമുണ്ട്, ഇവർ എന്തുകൊണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കയറിയെന്നൊന്ന് പറയാൻ കഴിയും? 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സയൻസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെയാണെന്നുണ്ട്, കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days ഡെത്ത്. അത് CDCയുടെ ഒക്കെ വ്യക്തമായ പഠനങ്ങളുണ്ട്. 30 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 30-35 ദിവസത്തിനുള്ളിൽ തന്നെ മരണങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് നേരത്തെ ഞരമ്പിൽ കയറി എന്നുള്ളതാണ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇവിടെ പറയുന്ന ഒരു ടോപ്പിക്കിലെ പുറത്താണ്. പക്ഷെ അത് കൂടാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ഈ മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആ പട്ടി വേറെ ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്, അവർക്ക് റാബീസ് വരേണ്ടതായിരുന്നു, വന്നിട്ടില്ല. ഇന്ന് വരെ നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അതായത് വെറ്റിനറി സർജൻസ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെ റാബീസ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഓർക്കണം, 20,000 കേസ് ഒരു വർഷം, 20,000-ഓളം മരണങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു കേസിന്റെ കാര്യമാണ് പറയുന്നത്.
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം 5 ലക്ഷത്തോളം ബൈറ്റ് അല്ലെങ്കിൽ സ്ക്രാച്ച് ആയിട്ട് ഹോസ്പിറ്റലിൽ, കേരളത്തിൽ മാത്രം ഹോസ്പിറ്റലിൽ വന്നിട്ട് വാക്സിൻ എല്ലാം എടുത്ത് പ്രൊട്ടക്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഡെത്ത് നമ്മൾ 20 കുറക്കാൻ കഴിഞ്ഞത്. ബാക്കി ഡെത്ത് എല്ലാം വാക്സിൻ എടുക്കാത്തവരായിരുന്നു. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് വാക്സിന്റെ ഫെയിലിയർ കൊണ്ടല്ല, വാക്സിന് റെസ്പോണ്ട് ചെയ്യാൻ 7 to 14 days ഒക്കെ എടുക്കും. അതതിന്റെ സയൻസ് ശാസ്ത്രം പഠിക്കുന്ന കേവലം ഏതാൾക്കാർക്കും മനസ്സിലാവും. വെറുതെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അന്ന് ആ പട്ടി ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട്, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഫീൽഡിൽ സ്ഥിരമായിട്ട് കടിയേൽക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വാക്സിന്റെ ഫെയിലിയർ അല്ല അത്. അതേസമയം പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കുമ്പോൾ അതിനുള്ള ഒരു റിസ്ക് കാര്യങ്ങളുണ്ട്. നേരിട്ട് ഞരമ്പുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസമുണ്ട്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ ആവശ്യങ്ങളിൽ പഠനങ്ങൾ തെളിയിക്കാനും സാധിക്കും.